മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം എന്താണ്? തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. അത് എഴുതിക്കോ, തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. വേറൊരു പേരുണ്ടല്ലോ, തോംസൺസ് മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ അതിനെ വേറെ വിളിക്കും പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പറഞ്ഞത്? പ്ലം പുഡിംഗ് മോഡൽ എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണല്ലോ. ഇതായിരിക്കണം. എങ്ങനെയാണ് പ്ലം പുഡിംഗ് മോഡലായിട്ട് എന്തിനുപയോഗിച്ചാണ് ജെ തോംസൺ ആറ്റത്തിനെ പറഞ്ഞത്? വാട്ടർ മെലൺ അല്ലേ. അതിൻ്റെ അകത്ത് ജെ തോംസൺ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ ജെ തോംസൻ്റെ മോഡലിൽ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു സ്പെരിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഒരു വാട്ടർ മെലൺ പോലെയാണ് ഇരിക്കുന്നതെന്നും അതിൻ്റെ അകത്ത് മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കിടക്കുവാണ്, ഫ്ലഷ് പോലെ. അത് വാട്ടർ മെലൻ്റെ ഫ്ലഷ് പോലെ എന്താണ് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഫുള്ള് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അതിൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എങ്ങനെ ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണേ? ഇലക്ട്രോൺസ് അതിൻ്റെ അകത്ത് വാട്ടർ മെലൻ്റെ അകത്ത് എങ്ങനെയാണോ കുരു ഉള്ളത് അതേപോലെയാണ് ഈ ഇലക്ട്രോൺസ് ഉള്ളത് എന്നാണ് ആര് പറഞ്ഞത്? അത് വരച്ചെടുക്കുക. ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പ്ലം പുഡിംഗ് മോഡലിൽ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്നൊന്നും നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജ് ഫുള്ളി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ നെഗറ്റീവ് ചാർജ് ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ടാണ് ഉള്ളതെന്ന് ആര് പറഞ്ഞു? ജെ തോംസൺ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ജെ തോംസൺ പ്രപ്പോസ്ഡ് ഫസ്റ്റ് മോഡൽ കണ്ടല്ലോ. ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം വാസ് പ്രപ്പോസ്ഡ് ബൈ ജെ തോംസൺ ഇൻ 1898. 1898 ഫസ്റ്റ് മോഡൽ വാസ് പ്രപ്പോസ്ഡ് ഇൻ വിച്ച് ഹി സെഡ് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ആൻ ആറ്റം ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ലൈക്ക് സീഡ്സ് ഇൻ വാട്ടർമെലൺ. ടെക്സ്റ്റിൽ അതേപോലെ തന്നെ ചെയ്താൽ മതി, കുഴപ്പമില്ല.